ആനയും എഴുന്നള്ളിപ്പും ഇല്ലാത്ത പൂരങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആചാരാനുഷ്ഠാന പ്രകാരം ചടങ്ങ് മാത്രം മതി എന്ന് വെച്ചാൽ ചടങ്ങ് മാത്രമായിട്ട് നടത്താനാണെങ്കിൽ പിന്നെ ഈ ആഘോഷ പരിപാടിക്ക് ഒരു പ്രസക്തി ഇല്ലല്ലോ. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുടെ സംഗമം മാത്രമല്ല, പഴക്കമുള്ള എന്തായാലും 1400 ഈ സിസ്റ്റം വർഷം പഴക്കമുള്ള ഒരു ദേവ മഹോത്സവമാണ് ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അതായത് ആനകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അത്ര ആന 65, 70, 80, 90 ആനകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും അധികം ആനകളെ എഴുന്നള്ളിച്ചിരുന്ന ദേവമേളയിൽ പുലർച്ചെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് എഴുന്നള്ളി വരുന്ന ആനകളുടെ പുറത്ത് എഴുന്നള്ളി വരുന്ന ദേവീദേവന്മാരുടെ ആ ഒരു വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് അത് നയനമനോഹരമായ കാഴ്ചയാണ്. അതൊക്കെ ഇല്ലാണ്ടായും പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് അത് വലിയൊരു വെല്ലുവിളിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക ഭൂമി എന്നും സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെയാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. ഈ പേരും ഈ പെരുമയും ഒക്കെ കിട്ടുന്നതിൽ തൃശ്ശൂരിലെ പൂരങ്ങൾക്കുള്ള സ്ഥാനം ചെറുതല്ല. എന്നാൽ ഇന്ന് തൃശ്ശൂർ പൂരം ഒരു പ്രതിസന്ധിയിലാണ്. എന്നോടൊപ്പം CPI നേതാവും ഒരു പൂരപ്രേമി കൂടിയായ സുല്ലേട്ടനാണ്, സുനിൽകുമാറാണ്. സുല്ലേട്ട, ഒരു പൂരപ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കാജനകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ അതിജീവിക്കും? 2 രീതിയിലുള്ള പ്രതിസന്ധി ഈ തൃശ്ശൂർ പൂരമായിട്ട് തൃശ്ശൂർ പൂരമല്ല, കേരളത്തിലെല്ലാ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് പിന്നെ എല്ലാ പൂരങ്ങൾക്കും ഭാഗമായി വന്നിട്ടുള്ള വെടിക്കെട്ടിൻ്റെ മേൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം വഴി നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടുകളും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ അടുത്ത വർഷത്തെ വെടിക്കെട്ട് എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന വേല, എല്ലാ കൊല്ലവും വേലയുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് നടക്കും എന്ന് ഉറപ്പുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. തൃശ്ശൂർ പൂരത്തിനെ പറ്റി പറയാൻ കാരണം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ഉത്സവമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം തുടങ്ങി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി പ്രസിദ്ധമായിട്ടുള്ള ഉത്സവങ്ങൾക്കെല്ലാം ഇത് ബാധകമായിരിക്കുകയാണ്. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആനകളെ എഴുന്നള്ളിക്കുന്നതിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2014 സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഡയറക്ഷനുകളിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ആനകളുടെ സുരക്ഷിതത്വം, ജനങ്ങളുടെ സുരക്ഷിതത്വം, ഈ ക്യാപ്ചേർഡ് അനിമൽ എന്ന നിലയിൽ ആനയുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ പരിപാലനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡയറക്ഷൻസ് എല്ലാം 2014 സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ ഇന്ന് നമ്മുടെ പൂരങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന രീതിയിൽ എഴുന്നള്ളിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പൂരങ്ങളെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരൊറ്റ ഉത്തരവുള്ളൂ: പൂരങ്ങളെല്ലാം പ്രതിസന്ധിയിലാകും എന്നുള്ളത് മാത്രമാണ്. ആനയും എഴുന്നള്ളിപ്പും ഇല്ലാത്ത പൂരങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് എല്ലാ ദിവസങ്ങളുടെയും എഴുന്നള്ളിപ്പ്, അതിലേറ്റവും പ്രധാനപ്പെട്ട തെക്കോട്ടിറക്കം. ആ തെക്കോട്ടിറക്കത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം 15 ആനകൾ ഇരുവശത്തും നിരന്ന് നിന്നുകൊണ്ടുള്ള കുടമാറ്റമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കുടമാറ്റം ഇന്ന് കാണുന്ന പോലെ ഈ നിബന്ധന അനുസരിച്ച് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലം പാലിക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 ആനകൾ എന്നുള്ളത് 6 or 7 ആനകളായി ചുരുങ്ങിപ്പോവും. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള നിബന്ധനകളിൽ ഒന്ന് ആനകളെ 3 മണിക്കൂറിലധികം സമയം എഴുന്നള്ളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അവരുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 6-7 മണിക്കൂറുകളോളം, അത് 7 അല്ല, ചിലപ്പോൾ ഒരു 10 മണിക്കൂറോളം തുടർച്ചയായി ആനകൾ എഴുന്നള്ളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പാറമേക്കാവും ഇതുപോലെ തന്നെ എഴുന്നള്ളിക്കേണ്ടി വരുന്നുണ്ട്, റോട്ടിലൂടെ നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ നിബന്ധനകളെല്ലാം പാലിക്കുകയാണെങ്കിൽ എത്ര ആനകൾ വേണ്ടി വരും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആന എഴുന്നള്ളിപ്പ് തന്നെ ഫലത്തിൽ അത് നിയന്ത്രണമായിട്ടല്ല അത് വരാൻ പോകുന്നത്, ഫലത്തിൽ അത് നിരോധനമായിട്ട് വരുന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി വിധിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയുള്ള, ആറാട്ടുപുഴ പൂരം പോലെയുള്ള, പെരുവനം പൂരം പോലെയുള്ള
വൻകിട എന്ന് പറയാവുന്ന പൂരങ്ങൾ മാത്രമല്ല, മറ്റു പല ഉത്സവങ്ങൾക്കും ഈ നിബന്ധനകൾ മൂലം അതിൻ്റെ പകിട്ട് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആചാരാനുഷ്ഠാനപ്രകാരം ചടങ്ങ് മാത്രം മതി എന്ന് വെച്ചാൽ ചടങ്ങ് മാത്രമായിട്ട് നടത്താനാണെങ്കിൽ പിന്നെ ഈ ആഘോഷ പരിപാടിക്ക് ഒരു പ്രസക്തി ഇല്ലല്ലോ. തെക്കോട്ടിറക്കമില്ലാത്തൊരു പൂരത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. അല്ല, അതിപ്പോൾ പൂരത്തിൻ്റെ അല്ല, നമ്മളിപ്പോൾ അവിടുത്തെ വിശ്വാസികളുടെ മാത്രം വിഷയമല്ലല്ലോ. നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രതീകമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആന എഴുന്നള്ളിപ്പും മാത്രമല്ല, വരുന്ന പൂരം കാണാൻ വരുന്ന ലക്ഷക്കണക്കായ ആളുകൾ, ആ പൂരം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറുന്നതിൻ്റെതായിട്ട് വരുന്ന ടൂറിസ്റ്റുകളുടെ പ്രവാഹം, അത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ ഉപജീവന മാർഗം എന്ന നിലയിൽ പൂരങ്ങളിൽ കച്ചവടക്കാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പരിപാടികളൊക്കെ ഈ പൂരത്തിൻ്റെ പകിട്ടും ആളുകൾക്ക് അതിൽ താല്പര്യക്കുറവുണ്ടാകുന്ന രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് നാട്ടിൽ ജനങ്ങൾ ജീവിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ജോലി എടുക്കുക എന്ന് പറയൽ മാത്രമല്ലോ. ജനങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങളും എൻജോയ്മെൻറ്റ്സും ആ കൂട്ടായ്മകളും ആഘോഷങ്ങളൊക്കെ നമ്മളെങ്ങനെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കോടതി പറയുന്ന ഒരു കാര്യം ആനകളുടെ പ്രൊട്ടക്ഷൻ, ആനകളുടെ പരിപാലനം ജനങ്ങളുടെ പ്രൊട്ടക്ഷനും ഒക്കെയാണ് കോടതിയുടെ ഒരു കൺസേൺ എന്നുണ്ടെങ്കിൽ അതിന് പ്രായോഗികമായിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടായിരിക്കണം ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരുകൾ ഇതെങ്ങനെയായിരിക്കും ഒരു ഇടപെടൽ എന്നാണ്. അല്ല, അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇതൊരു കോടതി വിധിയെ നമുക്ക് പ്രസ്താവന കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ മാറ്റാൻ കഴിയുന്നതല്ല. ഇതൊരു നിയമവാഴ്ചയുള്ള രാജ്യമായതുകൊണ്ടും കോടതി വിധികൾക്ക് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടും കോടതി വിധികളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതേ സമയത്ത് തന്നെ കോടതി വിധികളെ നിയമം കൊണ്ട് തന്നെ മറികടക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഭരണ സംവിധാനം അത് പിന്നെ അതിനുവേണ്ട നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് നിയമനിർമ്മാണം ആവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടോ, അത് അടിയന്തരമായി പരിശോധിച്ച് ചട്ടങ്ങളിൽ ഭേദഗതി, ഇപ്പോൾ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ആനകളെ അണിനിരത്തുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളിൽ ആനകൾക്കിടയിലുള്ള ഈ അകലം സംബന്ധിച്ച് മൗനം പാലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ ഇടയാക്കാനുള്ള സാഹചര്യം. അപ്പോൾ ചട്ട ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ആനകളുടെ അകലത്തിൽ ഏതൊക്കെ രൂപത്തിൽ പ്രായോഗികമായ രീതിയിൽ അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് ആലോചിച്ച് പിന്നെ ദേവസ്വം ബോർഡുകളുമായിട്ടും മന്ത്രിതലത്തിലും ഒക്കെ തന്നെയുള്ള ചർച്ചകൾ നടത്തി ഇതിന് ഒരു പരിഹാരം അടിയന്തരമായി കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇതൊക്കെ അവതാളത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. ജനങ്ങൾക്കിടയിൽ അത് വലിയ അസ്വസ്ഥതകളും പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തും. ഇതിനാരാണ് കാരണക്കാർ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് ഇത് എത്തിച്ചേരാനും ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനം അതിനൊന്നും ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പരിഹാര മാർഗമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അല്ല, എനിക്ക് പൂർണ്ണമായ വിശ്വാസം തൃശ്ശൂർ പൂരം പോലെയുള്ള പൂരത്തിൻ്റെ അതിൻ്റെ ഒരു അന്തസ്സും അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പിലുള്ള അതിൻ്റെ പ്രത്യേകതകളും ചോർത്തിക്കളയാൻ ആരും ധൈര്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ആ എല്ലാ അർത്ഥത്തിലും അതെങ്ങനെയാണോ നടന്നു വരുന്നത് അതിലൊരു തരത്തിലും കുറവുകളില്ലാതെ ഏറ്റവും പകിട്ടോടുകൂടി തന്നെ അത് നടത്താൻ ആവശ്യമായ സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തിരക്കിൻ്റെ ഇടയിലാണ് എങ്കിൽ ഒരു അവസാന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തെ മാത്രമായി ഒന്നുമില്ല, താങ്കൾ ആറാട്ടുപുഴയ്ക്ക് അടുത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഒരു പക്ഷേ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള, അതായത് നമ്മുടെ എഴുതപ്പെട്ട ചരിത്രത്തിൽ 1495 75 എനിക്കറിയാം, എന്തായാലും 1400 ഈ സിസ്റ്റം വർഷം പഴക്കമുള്ള ഒരു ദേവ മഹോത്സവമാണ് ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ദേവമേള എന്ന് പറയുന്ന ആ ആറാട്ടുപുഴ പൂരം നടക്കുന്ന ദിവസം കാശി പിന്നെ നമ്മുടെ അവിടുത്തെ അമ്പലം പോലും രാത്രി പൂജ മുടക്കി ഇവിടെ പങ്കെടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അവിടെ നമ്മൾ അതായത് ആനകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അത്ര 65 70 80 90 ആനകൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അത്രയും അധികം ആനകളെ എഴുന്നള്ളിച്ചിരുന്ന ദേവമേളയിൽ പിന്നെ അവിടെ രാവിലെ പുലർച്ചെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്നും എഴുന്നള്ളി വരുന്ന ആനകളുടെ പുറത്ത് എഴുന്നള്ളി വരുന്ന ദേവീദേവന്മാരുടെ ആ ഒരു വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് അത് നയനമനോഹരമായ കാഴ്ചയാണ്. അതൊക്കെ ഇല്ലാണ്ടായും പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് അത് വലിയൊരു വെല്ലുവിളിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോടതി ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിലാഷത്തെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടിൻ്റെ മഹനീയമായിട്ടുള്ള ഇതിപ്പോൾ പൂരം ആന എന്നൊക്കെ പറയുന്ന ആചാരത്തിൻ്റെ ഭാഗമാണോ, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണോ, വിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ ചർച്ച കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജനങ്ങളുടെ ഒരു നിരവധി ആഘോഷങ്ങളിൽ ഒന്നാണ്, ഒരു കൂട്ടായ്മകളിൽ ഒന്നാണ് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതിന് ഊനം തട്ടാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചേ പറ്റൂ. അപ്പോൾ സിനിച്ചേട്ടൻ പറഞ്ഞത് കോടതി വിധിയുടെ ഉദ്ദേശശുദ്ധി മാനിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ആഘോഷത്തെ സ്പിരിറ്റും കാണാതെ പോകരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും തിരക്കുള്ള സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ താങ്ക് യു.